എൻ്റെ പേര് മനോജ് കരിങ്ങാമഠത്തിലെ. നമ്മളിപ്പോൾ ഉള്ളത് കേരള ലളിതകലാ അക്കാദമിയുടെ തൃശ്ശൂർ ആർട്ട് ഗാലറിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സിബിഷൻ കാണാപ്പടവുകൾ എന്നുള്ള പേരിൽ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഏതാണ്ട് 55-ലധികം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ 110 ചിത്രങ്ങളാണുള്ളത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൾബേഡേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു എഫേർട്ടാണ്, ഒരു ആനുവൽ ഇവൻ്റാണിത്. ഇത് 3ാമത്തെ പതിപ്പാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൊന്നാനി മേഖലയിലായിട്ട് കിടക്കുന്ന ഈ ഒരു കോൾ തണ്ണീർത്തടങ്ങളിൽ നിന്നുള്ള പക്ഷികളും അവിടെയുള്ള ജൈവ വൈവിധ്യവും പ്രത്യേകിച്ചും ദേശാടന പക്ഷികൾ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഈ തവണ എക്സിബിഷൻ ഒരുക്കിയിട്ടുള്ളത്. എക്സിബിഷനെ കൂടാതെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കൾച്ചറൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കുരുത്തോലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വർക്ക്ഷോപ്പുണ്ട്. വൈകിട്ടൊരു മ്യൂസിക് ഈവനിങ് ഉണ്ട്. അപ്പോൾ നാളെയും കൂടിയാണ് എക്സിബിഷൻ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ള അല്ലെങ്കിൽ പക്ഷികളെയും പ്രകൃതിയെയും ഒക്കെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരെയും ഈ ഒരു എക്സിബിഷനിലേക്ക് ക്ഷണിക്കുകയാണ്. എക്സിബിഷൻ തൃശ്ശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. ഏപ്രിൽ 28-ന് ഉദ്ഘാടനം ചെയ്തു. 7 ദിവസമായിട്ടാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത്. സന്ദർശകർ ധാരാളം വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ ഒരുപാട് അംഗങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമായിട്ട് എത്ര പേരുണ്ട്? അങ്ങനെയല്ല, ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമായിട്ട് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല. നമ്മൾ കഴിഞ്ഞ എക്സിബിഷനിൽ ഏതാണ്ട് 100-ലധികം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഉണ്ടായിരുന്നു. ഇതവണ കുറച്ച് കുറവാണ് നമുക്ക്. ഇതെല്ലാം മൊബൈൽ ക്യാമറയാണോ അതോ? അല്ല, പ്രൊഫഷണൽ എല്ലാ തരത്തിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നല്ല. പക്ഷേ പക്ഷികളെ നിരീക്ഷിക്കാനും അതിനെ ഡോക്യുമെൻ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പാടത്തേക്ക് ഇറങ്ങുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ചിലവരുടെ ക്യാമറ ഉണ്ടാവും. അപ്പോൾ അവർ എടുക്കുന്ന വളരെ റെയറായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ആയിരിക്കും. നമ്മളാരും സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പെടാത്ത കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ പ്രത്യേകിച്ചും തണ്ണീർത്തടങ്ങളിൽ വരുന്ന അതിൻ്റെ ഒരു ജൈവ സമ്പത്തിനെ നമുക്ക് നേരിട്ട് അറിയാനും അത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. കുട്ടികളിലും പൊതുജനങ്ങളിലും ഇതൊക്കെ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇത്തരം എക്സിബിഷനുകൾ സംഘടിപ്പിച്ചു വരുന്നത്. പ്രകൃതി സംരക്ഷണം കാര്യമൊക്കെ ഇതിൻ്റെ അകത്ത് ബന്ധപ്പെടുന്നുണ്ട്. അതെ. സർക്കാർ തലത്തിൽ എന്തെങ്കിലും പ്രോത്സാഹനങ്ങൾ ഇതിൽ വരുന്നുണ്ട്? നമ്മൾ പല സർക്കാർ ഏജൻസികളായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു രജിസ്ട്രേഡ് ആയിട്ടുള്ളൊരു സംഘടനാ സംവിധാനമല്ല. നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ തന്നെ ഒരുപാട് സംഘടനകളും നമ്മുടെ ഭാഗമായിട്ടുണ്ട്. ഏതാണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമായിട്ട് ഒരു 1000-ലധികം ആൾക്കാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇതുമായിട്ട് നിരന്തരം പല പരിപാടികളും പങ്കെടുക്കുന്ന സജീവമായിട്ടൊരു 100-150ഓളം ആളുകൾ നമ്മൾ സർവേകളാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. വാർഷിക സർവേകൾ നമ്മൾ പക്ഷികളുടെ ആയാലും തുമ്പികളുടെ ആയാലും ഒക്കെ ഞങ്ങൾ കണക്കെടുപ്പ് നടത്തുക, അത് ജനകീയമായിട്ട് ചെയ്യുക. അപ്പോൾ പലപ്പോഴും നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, പിന്നെ കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി, അവരൊക്കെ നമ്മളുമായിട്ട് നമ്മൾ സഹകരിച്ചിട്ടുള്ള പരിപാടികളൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഡയറക്റ്റായിട്ടുള്ള സർക്കാർ പിന്തുണ സ്വീകരിക്കുന്നതിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു NGO സംവിധാനത്തിലല്ല അത് പ്രവർത്തിക്കുന്നത്, ഒരു കളക്റ്റീവാണിത്. ഞാൻ പേഴ്സണലി വർക്ക് ചെയ്യുന്നത് IT മേഖലയിലാണ്. ഭൂപട നിർമ്മാണമാണ്. ഇവിടെ ഇതിലെല്ലാവരും തന്നെ തൃശ്ശൂർ ജില്ലക്കാരാണോ? പുറത്തുള്ളവരുണ്ട്? തൃശ്ശൂർ ജില്ലക്കാരുണ്ട്, പുറത്തുള്ളവരുണ്ട്. പ്രധാനമായിട്ടും കോൾപ്പാടത്ത് വരാനും അവിടെ പക്ഷികളെ അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് കൂടുതൽ താല്പര്യമുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത് ഇതിൽ. നാളെ എത്ര മണി വരെ ഉണ്ട്? നാളെ 6 മണി വരെ ഉണ്ട് ഈ പരിപാടി ഉണ്ട്. അപ്പോൾ അതുവരെ എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ്. എല്ലാവർക്കും വരാം.